ഹലോ, എല്ലാവർക്കും നമസ്കാരം. മണി ടോക്കിൽ ഇന്ന് നമ്മൾ വീട്ടിൽ നിന്ന് നമുക്ക് ആരംഭിക്കാൻ കഴിയുന്ന 10 ബിസിനസ്സുകളെക്കുറിച്ചാണ്. നല്ല വരുമാനം ലഭിക്കുന്ന 10 ബിസിനസ്സുകൾ, അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഒന്നാമതായിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് ആരംഭിക്കാൻ സാധിക്കുന്ന ഒരു ബിസിനസ്സാണ് ബിരിയാണി തയ്യാറാക്കൽ. ബിരിയാണി, ഫ്രൈഡ് റൈസ് മുതലായവ നമ്മൾ വീട്ടിൽ നിന്ന് തയ്യാറാക്കി നമുക്ക് വിൽപ്പന നടത്താം. അത് നമുക്കിപ്പോൾ നമ്മുടെ ഓൺലൈൻ ഫുഡ് സ്റ്റോർ വഴിയൊക്കെ നമുക്ക് വിൽപ്പന നടത്താം. സ്വിഗ്ഗി, അതിലൊക്കെ നമുക്ക് അക്കൗണ്ട് എടുത്ത് നമുക്ക് വിൽപ്പന നടത്താം. രണ്ടാമത് അത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരു മാർഗ്ഗം എന്ന് പറയുന്നത് നമുക്ക് ഹോട്ടലുകളിൽ നമുക്ക് സപ്ലൈ ചെയ്യാം. അതല്ലെങ്കിൽ ഏതെങ്കിലും ഇവൻറ്റുകൾ, ഫങ്ഷനുകളൊക്കെ ഉണ്ടെങ്കിൽ അവയിൽ നമുക്ക് ഓർഡർ എടുത്തിട്ട് നമുക്ക് നല്ലൊരു വരുമാനം നമുക്ക് ലഭ്യമാകും. ഇത് നമുക്ക് സൈഡ് ബിസിനസ്സായിട്ട് കൊണ്ടു നടക്കാം. രണ്ടാമത് നമ്മൾ പറയാൻ പോകുന്ന സ്നാക്സുകളാണ്. വ്യത്യസ്ത വെറൈറ്റിയിലുള്ള സ്നാക്സുകളൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി അടുത്തുള്ള ബേക്കറികളിലോ ടീ ഷോപ്പുകളിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻ നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഇത് വിറ്റ് നിങ്ങൾക്ക് വരുമാനം നേടാം. പറയാൻ പോകുന്നത് പൂക്കളാണ്. വ്യത്യസ്ത തരത്തിലുള്ള നല്ല നല്ല പൂക്കളുടെ കൃഷി നമുക്ക് വീട്ടിൽ തന്നെ ചെയ്ത് അവയെ നമുക്ക് വിപണിയിൽ എത്തിക്കുകയാണെങ്കിൽ ധാരാളം ആവശ്യക്കാരുണ്ട്, നല്ല വിലയും കിട്ടും. ഇപ്പം തന്നെ നിങ്ങൾക്കറിയാം, വീട്ടിൽ കുറച്ച് മുല്ലയൊക്കെ ഉണ്ടെങ്കിൽ ഏകദേശം മുല്ലപ്പൂവിനൊക്കെ കിലോയ്ക്ക് 1600 രൂപ, 2000 രൂപയൊക്കെ കിലോയ്ക്കുണ്ട്. അപ്പോൾ നമുക്കൊരു കുറച്ച് കുറ്റിമുല്ലയൊക്കെ വീട്ടിൽ നടുകയാണെങ്കിൽ ആ പൂക്കൾ, അല്ലെങ്കിൽ ജമന്തി പൂക്കളൊക്കെ ആയിക്കോട്ടെ, ഇതൊക്കെ നമുക്ക് വിൽക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ വരുമാനം ലഭിക്കും. ഓർക്കിഡ്, ആന്തൂറിയം, ഇതൊക്കെ ആവശ്യക്കാർ ധാരാളമുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ സാധിക്കുന്ന ബിസിനസ്സാണ്. നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന, കുട്ടികളെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, കുട്ടികളെ പരിപാലിക്കാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ വീട്ടമ്മമാർക്കൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു വരുമാന മാർഗം കിട്ടുന്ന നല്ലൊരു ആശയമാണ് നേഴ്സറി എന്ന് പറയുന്നത്. കുഞ്ഞു കുട്ടികളെ അവരെ പരിപാലിക്കുകയും അവർക്ക് അക്ഷരങ്ങൾ പറഞ്ഞു കൊടുക്കാനൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നേഴ്സറിയൊക്കെ വീടിനോടൊപ്പം തന്നെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല വരുമാനം ലഭിക്കും. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്വേറിയമാണ്. മീൻ കുഞ്ഞുങ്ങൾ, അലങ്കാര മത്സ്യക്കുഞ്ഞുങ്ങൾ, മീനുകൾ, ഇത് അക്വേറിയം, ഇവയൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് നിർമ്മിച്ച് അത് വീട് വഴി നമുക്കത് വിൽപ്പന നടത്താൻ സാധിക്കുകയാണെങ്കിൽ ഇതിനൊക്കെ നമുക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളൊക്കെ യൂസ് ചെയ്യാം. മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അതുവഴി നല്ലൊരു വരുമാനം നമുക്ക് ലഭ്യമാകും. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത്, നിങ്ങൾക്ക് കോഡിംഗ് ഒക്കെ അറിയാവുന്ന ആളുകളാണെങ്കിൽ വെബ്സൈറ്റ് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ചെയ്യാം. വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നല്ല വരുമാനം നേടാൻ സാധിക്കുന്ന ഒരു മാർഗ്ഗമാണ് വെബ്സൈറ്റ് ഡിസൈനിങ്, ആപ്പ് ഡെവലപ്മെൻറ്റ്, ഗ്രാഫിക് ഡിസൈനിങ്, അതുപോലെ തന്നെ ആർക്കിടെക്ചർ വർക്കുകൾ, 3D ആനിമേഷൻ വർക്കുകൾ, ഇതൊക്കെ നമുക്ക് വീട്ടിൽ നിന്നുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഡിസൈനിങ്ങിലൊക്കെ കഴിവുകളുണ്ടെങ്കിൽ, അതുപോലെ കോഡിംഗ് ഒക്കെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റുകൾ, മൊബൈൽ ആപ്ലിക്കേഷനുകളൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് നിർമ്മിച്ച് നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപ ഒരു മാസം നിങ്ങൾക്ക് വരുമാനം നേടാൻ സാധിക്കും. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു വെബ്സൈറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമൊക്കെ ഉണ്ടെങ്കിൽ മാട്രിമോണി വെബ്സൈറ്റുകളൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഓപ്പറേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ്, ഇതെല്ലാം നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ പ്രവർത്തിപ്പിക്കാവുന്ന ബിസിനസ് മാർഗ്ഗങ്ങളാണ്. ഇതിലൊക്കെ നല്ല വരുമാനങ്ങൾ ലഭ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ഏജൻസികളൊക്കെ, മാട്രിമോണി ഏജൻസി അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ഏജൻസിയൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് നടത്തുകയാണെങ്കിൽ നല്ല വരുമാനം നിങ്ങൾക്ക് ഉറപ്പാക്കാം. നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്യാൻ സാധിക്കുന്ന വരുമാനം കിട്ടുന്ന മറ്റൊരു മാർഗ്ഗമാണ് പൗൾട്രി ഫാമിങ്. കോഴിക്കുഞ്ഞുങ്ങൾ, കോഴികൾ, ഇറച്ചി കോഴികൾ, മുട്ടക്കോഴികൾ, അതുപോലെ തന്നെ കോഴിമുട്ട, കാടക്കോഴി, ടർക്കി കോഴി, ഇതിനെയൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഒരു ഫാം പോലെ ഒരു ചെറിയ കുറച്ച് സ്ഥലം മതി. ആ ഏരിയയിൽ തന്നെ നമുക്ക് ഇപ്പം നൂതനമായ സാങ്കേതിക വിദ്യകളൊക്കെ ഉണ്ട്. അവയ്ക്ക് കൂട് കാര്യങ്ങളൊക്കെ ഉണ്ട്. 5ഉം 6ഉം ലെയറുകളുള്ള കൂടുകളൊക്കെ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ നമുക്ക് കുറഞ്ഞ സ്ഥലപരിമിതിയിൽ തന്നെ നമുക്ക് കൂടുതലായിട്ട് നമുക്കിതിനെ കൃഷി ചെയ്യാനായിട്ട് ഫാമിംഗ് പോലെ നടത്തി കൃഷി ചെയ്ത് നമുക്ക് നല്ല വരുമാനം ഉറപ്പാക്കാം. അപ്പം നിങ്ങൾ ഫ്ലാറ്റുകളിലൊക്കെയാണ് താമസിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇൻക്യുബേറ്റർ സംവിധാനമുണ്ട്. ചെറിയ ഇൻക്യുബേറ്ററുകളൊക്കെ 2500-3000 രൂപ നിരക്കിൽ ഇൻക്യുബേറ്ററുകൾ കിട്ടും. 10-20 മുട്ടയൊക്കെ വിരിയിച്ച് കോഴിക്കുഞ്ഞുങ്ങളെ റെഡിയാക്കാവുന്ന ഇൻക്യുബേറ്ററുകൾ കിട്ടും. അതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം. വീട്ടിലൊരു ചെറിയൊരു കുറച്ച് സ്ഥലം ഉണ്ടാൽ മതി. അവിടെ ഇൻക്യുബേറ്റർ വെച്ചിട്ട് നമുക്ക് കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ വിരിയിച്ചെടുക്കാം. എന്നിട്ടൊരു ചെറിയൊരു 10-40 ദിവസമൊക്കെ ആകുമ്പം ഇതിനെ നമുക്ക് ആളുകൾക്ക് വിൽക്കാം. നമുക്ക് വളർത്താൻ സൗകര്യമില്ലെങ്കിൽ നമുക്ക് ആളുകൾക്ക് വിൽക്കാം. അതുവഴി നിങ്ങൾക്ക് നല്ല വരുമാനം നേടാം. ഇനി അടുത്തതെന്ന് പറയുന്നത് വീട്ടിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ഓൺലൈൻ ട്രേഡിങ്. ഈ ട്രേഡിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിനെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ട്രേഡ് ചെയ്യുക.
മറ്റൊരാളെ ഏൽപ്പിച്ചിട്ട് നിങ്ങൾ ട്രേഡിങ് ചെയ്യാൻ വേണ്ടി പണം കൊടുക്കരുത്. നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഇത് ചെയ്യിക്കാവുള്ളൂ. കാരണം ഇന്ന് ധാരാളം തട്ടിപ്പുകൾ ഓൺലൈൻ ട്രേഡിങ്ങിൻ്റെ പേരിലും നടക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും വാർത്തകളിലെല്ലാം കാണുന്നുണ്ടാവും. നമ്മുടെ കയ്യിൽ നിന്ന് പണം ഇത്ര ഇരട്ടിയായിട്ട് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ ട്രേഡിങ്ങിൻ്റെ പേരിൽ പണം വാങ്ങിച്ചുകൊണ്ട് പോകും. ഏറ്റവും അവസാനം ഉള്ള കാശും പോവും, നമ്മൾ കടത്തിലുമാകും. ഒരു കാരണവശാലും നമ്മൾ ട്രേഡിങ്ങിൽ ഇത്ര ശതമാനം ലാഭം കിട്ടും എന്നും പറഞ്ഞ് ഒരു കാരണവശാലും ട്രേഡിങ് ചെയ്യാൻ കഴിയില്ല. കാരണം ഇത് മാർക്കറ്റിനനുസരിച്ചിട്ട് ലാഭനഷ്ട സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ട്രേഡിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാശ് കിട്ടുന്ന മാർഗ്ഗമുണ്ട്, കാശ് കിട്ടും. അവിടെ റിസ്ക് എന്ന് പറയുന്ന ഒരു ഫാക്ടറുണ്ട്. അപ്പോൾ ഈ ഓൺലൈൻ ട്രേഡിങ്ങിനെ കുറിച്ച് നന്നായി മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ഓൺലൈൻ ട്രേഡിങ്ങിലേക്ക് വരിക. നല്ല വരുമാനം കിട്ടുന്ന ഒരു മേഖലയാണ്. അതുപോലെ നഷ്ടസാധ്യതകളും ഉണ്ട്. അത് നോക്കിയും കണ്ടുമൊക്കെ ചെയ്തില്ലെങ്കിൽ നമുക്ക് നഷ്ടവും സംഭവിക്കാം. അടുത്തതായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരു സംരംഭമാണ് ഓൺലൈനിലൂടെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ക്ലോത്ത് സ്റ്റോർ, അതായത് നമ്മളെ തുണികളൊക്കെ കച്ചവടം ചെയ്യുക, ഡ്രസ് മെറ്റീരിയൽസ് കച്ചവടം ചെയ്യുക. ഇതൊക്കെ നമ്മൾ ഇപ്പോൾ ഒരു വലിയൊരു ഷോപ്പൊന്നും എടുത്ത് അവിടെ നമുക്ക് ഗാർമെൻറ്റ് ടെക്സ്റ്റൈൽസ് ഒന്നും നമുക്ക് നടത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമുക്കിത് ചെയ്യാൻ സാധിക്കും. കസ്റ്റമേഴ്സിൻ്റെ ഓർഡർ എടുത്ത് നമുക്ക് കസ്റ്റമേഴ്സിന് ഓൺലൈനിലൂടെ നമുക്ക് കച്ചവടങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടത്തി നമുക്ക് വിൽപ്പന നടത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഓൺലൈൻ ക്ലോത്തിങ് സ്റ്റോറുകളൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ആരംഭിക്കാം. അപ്പോൾ നമ്മൾ 10 ബിസിനസ്സുകളാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഈ 10 എണ്ണത്തിലും നമുക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന, എന്നാൽ അധികം റിസ്ക് ഇല്ലാത്ത ബിസിനസ് മേഖലകളാണ്. ട്രേഡിംഗ് ഒഴിച്ചിട്ട് ബാക്കി നമുക്കധികം വലിയ റിസ്ക് ഇല്ലാത്ത മേഖലകളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കും. വീട്ടമ്മമാർക്കായിക്കോട്ടെ, ഇപ്പം നമുക്ക് തൊഴിലില്ലാത്ത യുവതി യുവാക്കളുണ്ടെങ്കിൽ അവർക്കെല്ലാവർക്കും ചെയ്യാൻ സാധിക്കും. ഇതിന് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു മനസ്സ് വേണം, ജോലി ചെയ്യാനുള്ളൊരു മനസ്സ് വേണം. പിന്നെ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ സമയം കണ്ടെത്തുക. ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ആവശ്യമായിട്ട് വരും. അപ്പോൾ അതിനൊക്കെ കൂടെ കണ്ടെത്തി നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ആരംഭിക്കുക. അപ്പോൾ മറ്റൊരാളുടെ കീഴിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളൊരു തോന്നലും നിങ്ങൾക്കുണ്ടാവില്ല. നിങ്ങൾ സ്വന്തമായിട്ട് വർക്ക് ചെയ്യുന്നു, സ്വന്തമായിട്ട് ഏൺ ചെയ്യുന്നു. നല്ലൊരു വരുമാനം ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.